നമസ്കാരം. പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിന് ലോക ഒളിമ്പിക്സ് കോടതിയിൽ നിന്നും ഒരു അനുകൂല നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടേക്ക് അപ്പീൽ നൽകിയത്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും ആ ഒരു പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടാണ് ആ വീഡിയോ അവസാനിപ്പിച്ചത്. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, വിനേഷിന് മെഡലില്ല. ആ ഹർജി തള്ളുവാനായിട്ടിടയായി. എന്നാൽ ഇവിടെയുള്ള ഒളിമ്പിക്സ് അസോസിയേഷൻ വിനേഷിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, തൻ്റെ ആ പ്രയാസത്തിൽ കൂടെ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. 100 ഗ്രാമിൻ്റെ ഭാര വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട ആ വേദന വലുതാണ്. ആ ഭാരം കുറയ്ക്കാൻ വേണ്ടി താൻ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തി, എന്നിട്ടൊന്നും അത് ഫലമുണ്ടായില്ല. ഇതുപോലെയാണ് പലപ്പോഴും വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിൽ ചില തിരിച്ചടികളും പരാജയങ്ങളും ഒക്കെ കടന്നു വരുന്നു. അത് താങ്ങാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമായിരിക്കും. ഒരു അത്ലീറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്ര നാളത്തെ പരിശീലനങ്ങൾ അതിനോട് പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. വളരെ പ്രതീക്ഷയോടെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേക്കാറുണ്ട്. അപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യ ഇനിയും ഏറെ മുന്നിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ചുരുങ്ങിയ ചില മെഡലുകളിൽ ഒതുങ്ങി നിൽക്കാതെ അതിനപ്പുറത്തേക്ക് ലോകരാജ്യങ്ങളുടെ നടുവിൽ പ്രതീക്ഷയുയർത്തുന്ന ഒരു ശക്തിയായി കായിക മത്സര വേദികളിലൊക്കെ തിളങ്ങുവാൻ നമ്മുടെ താരങ്ങൾക്ക് സാധിക്കട്ടെ. ഏതായാലും വിനേഷിനോടുള്ള ബന്ധത്തിലുണ്ടായത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. നാളെ ഒരു അത്ലറ്റിനും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. നിശ്ചയമായിട്ട് നമ്മുടെ രാജ്യത്ത് നല്ല ഉത്സുകരായ യോഗ്യത മികവുകൾ തെളിയിച്ച് പുറത്തേക്ക് വരുന്ന ധാരാളം കായിക താരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ശുഭാശംസകൾ. നമസ്കാരം.